ഇതാപ്പോ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. ഉണ്ടാക്കിയൊരു UDF സംവിധാനം ആരെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിൻ്റെ പുറത്ത് അത് പൊട്ടിപ്പൊളിച്ച് വലിച്ചെറിയാനൊന്നും നമുക്ക് കഴിയില്ല. ഇറ്റ് വിൽ ബി ദർ, ഒരു സംശയമില്ല. കൂടെ അദ്ദേഹം വരുന്നെങ്കിൽ സന്തോഷം. ഇനി അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു, ആയിക്കോട്ടെ. മത്സരിക്കുന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വോട്ടിംഗ് ബാങ്കിങ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയപ്പാടുമില്ല. നമുക്ക് CPM-ൻ്റെ വോട്ട് വേണ്ട. നമുക്ക് ഇദ്ദേഹം കൂടെ നിന്നിരുന്നെങ്കിൽ നമുക്കൊരു കൂടുതൽ കരുത്തായേനെ. ആര്? അൻവർ നമ്മുടെ കൂടെ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് നമ്മളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. CPM-നെതിരെയുള്ള സ്ട്രോങ് സ്റ്റാൻസ്, അതിനോടൊപ്പം UDF-നോടൊപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തീരുമാനം. ആ തീരുമാനങ്ങളൊക്കെയാണ് നമ്മളെ അടുപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹം UDF-ലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തർക്കമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തോട് വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. അദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ട് UDF ചർച്ച ചെയ്യും, തീരുമാനങ്ങളും എടുക്കും. അല്ല, ഇല്ലാതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരല്ല, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡാണ്. അദ്ദേഹം ഞാൻ പറയുന്നു, മത്സരിക്കാൻ വരുന്ന ഒരു മുന്നണിക്കകത്തൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാൾ ഈ മുന്നണിക്കകത്ത് എങ്ങനെ കടന്നു വരും? പറഞ്ഞു ആ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അങ്ങനെ ആരെ നിർത്തിയാലും, ഏത് ചെകുത്താൻ നിർത്തിയാലും പിന്തുണക്കുമെന്നുള്ളതാണ് ഞാൻ അറിയിച്ചത്. പക്ഷെ അതുപോലും അംഗീകരിക്കാൻ UDF നേതൃത്വം ചില ആൾക്കാർ അങ്ങനെ അറിയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞേ? ചില സീറ്റുകൾ അടക്കം ചോദിച്ചു. ആര്? അൻവർ വേറെ സീറ്റുകൾ ചോദിച്ചു. ചോദിച്ചപ്പോ അൻവറിന് ബേപ്പൂരും മലമ്പുഴയാണ് കൊടുക്കാൻ പറഞ്ഞത്. എന്നെ കൊല്ലാനാണോ നിങ്ങളുടെ തീരുമാനം എന്നാണ് അൻവർ ചോദിക്കുന്നത്. എൻ്റെ അറിവിൽ ആ ചർച്ചയൊന്നും എൻ്റെ അറിവിലില്ല. ഞാൻ ചർച്ചയ്ക്ക് പോയിട്ടുമില്ല, ഞാൻ അവിടെ ഇല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഈ മറ്റു പല ഭാഗങ്ങളിലൊക്കെ പോയി നടന്ന് വഴിയെടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അറിവിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞത്. അദ്ദേഹം അൻവർ എന്നും കോൺഗ്രസിലേക്ക് വരാൻ എപ്പോൾ തയ്യാറായി കോൺഗ്രസിൻ്റെ കർമ്മ പരിപാടികൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് വന്നാൽ അൻവറിന് കോൺഗ്രസിലേക്ക് സ്വാഗതം. UDF-ലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണല്ലോ. ആ തീരുമാനമല്ല എങ്കിൽ അദ്ദേഹം കൂടി ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? പക്വത കാണിച്ച് അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളും അവിടെയുണ്ട്. ഒരു തർക്കമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ സതീശനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സതീശൻ്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിന് വിയോജിപ്പ് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ്. അത് സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ശരിയല്ല. ഇല്ല, അടഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല. അൻവറെ ഇനിയും കൊണ്ടുവരാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിക്കും. അതിപ്പോൾ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ UDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അൻവറിനെ പൂർണ്ണമായും ഇങ്ങനെ സ്ഥാനാർത്ഥി അപമാനിക്കുന്ന ഒരാളെ വേണ്ട എന്ന് പറയാൻ UDF-ന് ആർജവമില്ലാത്തത് എങ്ങനെ? അതായത് ഇങ്ങനെ PV അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ താൻ വ്യക്തിപരമായി പാർട്ടിയുടെ അനുമതിയോടെ വീണ്ടും ശ്രമിക്കുമെന്നാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ പറയുന്ന കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്.